കാണാൻ പറ്റുന്നതില് അല്ലേ സാർ? ഒരു വെള്ള കളർ ബോർഡ് ഫുള്ള്. ഇപ്പം വന്ന്. നമ്മളെ പുതിയ സെറ്റപ്പ്. നമ്മള് കഴിഞ്ഞ ലാസ്റ്റ് നിർത്തിയത്, ലാസ്റ്റ് ചോദ്യം ആരടിക്കെന്ന് ചോദിച്ചേ, മറ്റേ തേജസിന്റെ ഇടിക്കല്ലേ, കാർണോട്ട് സൈക്കിൾ ആവുന്നില്ലേ? ഉണ്ട്. ഓക്കെ, കാർണോട്ട് സൈക്കിളിൽ വെച്ചിട്ടായിരുന്നു ഞാൻ പകരത്തിനടിക്കാൻ ചോദ്യം വെച്ച് നിർത്തിയത്. നമുക്ക് ഇന്ന് കാർണോട്ട് സൈക്കിളിന്റെ പരിപാടിയിലേക്ക് നീങ്ങാം. അതിന്റെ മുമ്പിട്ട് നമുക്ക് ചെറിയൊരു COP എന്താണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട? COP ഇതിന്റെ ഫുൾ ഫോം എന്താന്ന് ചോദിച്ചേ, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന സാധനം. നമ്മൾ എഫിഷ്യൻസിക്ക് പകരം ഇനി നമ്മൾ ഉപയോഗിക്കുക ഈ COP എന്ന് പറഞ്ഞ വാക്കാണ്. എല്ലാവരും റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിന്റെ അകത്ത് നമ്മൾ ത്രൂ ഔട്ട് ഉപയോഗിക്കുന്ന വാക്ക് COP എന്നായിരിക്കും. എഫിഷ്യൻസി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ COP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിനായിട്ട് വരുന്നത് ഡിസൈഡ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ നമ്മൾ കൊടുത്ത ഇൻപുട്ട്. ഒന്നും മനസ്സിലായില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട്? മനസ്സിലായ എന്തേലും? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്തായാലും, ഉറപ്പല്ലേ? ഡിസൈഡ് ഔട്ട്പുട്ട് എന്നെല്ലാം കേട്ടാൽ തന്നെ നിങ്ങൾ ബോധം പോകും. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത സെറ്റപ്പിലേക്ക് പോവാം. നിങ്ങൾ പണ്ട് തൊട്ടേ കണ്ട ഒരു സാധനമായിരിക്കും, അതൊന്ന് വരച്ചതരാം. ഡിസൈഡ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ് നമ്മളെ പരിപാടി എന്നൊക്കെ പറഞ്ഞു. നേരെ ചുവപ്പ് കളറിലൊരു പെട്ടി വെച്ചിട്ടുണ്ട്, മുകളിലൊരു നീല കളറിലൊരു പെട്ടി വെച്ചിട്ടുണ്ട്. പണ്ട് നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ച സാധനമായത്. ഇതിന്റെ പേര് ഞാൻ സിങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ചുവപ്പ് കളറുള്ള സാധനത്തിന്റെ പേര് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സോഴ്സും സിങ്കും കേട്ടിട്ടുണ്ടോ ഈ സാധനം? എന്നിട്ട് നടുവ് കൂടെ ഒരു ലൈൻ എവിടെയും കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ ഒരു ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടാവും, T1 പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. കണ്ടതാണ്. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഇടയിൽ എന്തുണ്ടാവും? സോഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, സിങ്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതിന്റെ ഇടയിൽ ഒരു സാധനം ഉണ്ട്, ഒരു വട്ടം ഉണ്ടാവും. വലിയ ബുദ്ധിപരമായിട്ട് പറയുന്നു വേണ്ട, അതിന്റെ ഉള്ളിൽ ഒരു വട്ടം ഉണ്ടാവും. എന്തായാലും ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ പരിപാടി നോക്കാം. ഈ COP ഒക്കെ എങ്ങനെയാന്ന് കണ്ടുപിടിക്കല്, എന്താ സെറ്റപ്പിലേക്ക് പോവാം. അപ്പൊ ഞാൻ 3 ഐറ്റംസിന്റെ പേര് പറഞ്ഞത്. 3 ഐറ്റംസിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നാമത്തെ സാധനത്തിന്റെ പേര് പമ്പ്, രണ്ടാമത്തെ സാധനത്തിന്റെ പേര് വന്നിട്ട് റെഫ്രിജറേറ്റർ, മൂന്നാമത്തെ സാധനത്തിന്റെ പേര് എൻജിൻ. 3 സാധനത്തിന്റെ പേര് കണ്ട. തൽക്കാലം ഞാൻ റെഫ്രിജറേറ്ററിനെ അങ്ങ് അയച്ചാളുന്നുണ്ട്. 2 സാധനത്തിന്റെ പേരാണെന്നുണ്ട, പമ്പ്, എൻജിൻ. ഈ 2 പരിപാടികളുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ രണ്ടിന്റെ എന്താന്ന് ഡിഫറൻസ് നോക്കാം. ഒരു പമ്പ് എന്തിനാ ഉപയോഗിക്കുന്ന, ഒരു എൻജിൻ എന്തിനാ ഉപയോഗിക്കുന്നത് നോക്കാം. എൻജിൻ നമ്മള് വീട്ടിലെ നമ്മളെ വണ്ടീന്റെ ഒക്കെ എൻജിൻ എന്തിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്? അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് സാധാരണ? നമ്മൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മൂവ്മെന്റ് കിട്ടും, അതല്ലേ പരിപാടി അല്ലേ? എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അതല്ലേ, നമ്മൾ എണ്ണയോ എന്തെങ്കിലുമൊക്കെ കത്തിക്കും, എന്തെങ്കിലും കെമിക്കൽ ഇട്ട് കത്തിക്കും. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? പവർ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും, അല്ലേ? ഇതാണ് നമ്മളെ എഞ്ചിൻ എന്ന് വിചാരിക്കും. ഇപ്പൊ ഈ വരച്ച സിങ്കും സോഴ്സും T1 ഒക്കെ ഉണ്ടല്ലോ, അതൊരു എഞ്ചിനാന്ന് വിചാരിക്കും. അപ്പൊ എഞ്ചിന്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന സാധനം എന്താന്ന്? ഇതിന്റെ ഉള്ളിൽ, ഈ വട്ടത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് എന്താന്ന്? ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇത് എഞ്ചിനാന്ന് വിചാരിച്ചാൽ ഈ സോഴ്സ് സിങ്ക് എന്നുള്ള വാക്കൊന്നും വിചാരിക്കണ്ട. ഈ ഒരു വട്ടത്തിലുള്ള ബ്ലാക്ക് കളർ വട്ടം കാണുന്നുണ്ടല്ലോ, ബ്ലാക്ക് കളർ വട്ടത്തിന്റെ ഉള്ളില് നമ്മൾ എന്ത് കൊടുക്കും? ഇൻപുട്ട്. എന്താ കൊടുക്കുന്നത്? കത്തിക്കല്ലേ ചെയ്യുന്നേ എഞ്ചിന്റെ അകത്ത്? എന്തെങ്കിലും പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ ഗ്യാസോ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കത്തിക്കുക ചെയ്യുന്നേ. കത്തിക്കാന്ന് വെച്ചാൽ അതിന്റെ അകത്ത് എന്ത് കൊടുത്ത്? ഹീറ്റ് അല്ലേ, Q.
ഹീറ്റിന്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്ത് നമുക്ക് എന്തായിട്ട് തിരിച്ചു കിട്ടുന്നു? ഒരു വർക്കായിട്ട് നമുക്ക് അല്ലെ, എഞ്ചിൻ മൂവ് ചെയ്യല്ലേ ചെയ്യാം, നമുക്ക് വർക്കായിട്ട് പുറത്തേക്ക് കിട്ടുന്നു. അത് തൽക്കാലം അങ്ങനെ വിചാരിക്കും. ഇനി അടുത്ത പമ്പിന്റെ കാര്യത്തിൽ നോക്കിയേ. പമ്പിന്റെ അകത്ത് എന്താ നമ്മൾ കൊടുക്കുന്നത്? ഇതേ സെറ്റപ്പ്, ഇതേ സാധനത്തിന്റെ അകത്ത് ഞാൻ പമ്പാന്ന് വിചാരിക്കും. എഞ്ചിന്റെ കാര്യം ഇപ്പം പറഞ്ഞു. അടുത്ത പമ്പാണെങ്കിൽ നമ്മളെ ചുവപ്പ് കളർ വെട്ടി, നീല കളർ വെട്ടി, നടുവിലൊരു ലൈന്, ഒരു കുഞ്ഞു വട്ടം. ഈ ഒരു കേസിൽ, പമ്പിന്റെ കേസിൽ നമ്മൾ എന്താ ഈ സാധനത്തിനകത്തേക്ക് കൊടുക്കുക? ഇങ്ങോട്ടേക്ക് എന്താ ഇട്ട് കൊടുക്കുന്നത്? കറണ്ട് അല്ലേ? അല്ലെ, സാധാരണ വീട്ടിലെ മോട്ടർ ആലോചിച്ചാൽ മതി. പമ്പ്, നമ്മൾ വെള്ളം അടിക്കുന്ന പമ്പില്ലേ, അത് ആലോചിച്ചോ. എന്താ കൊടുക്കുന്നതിന്? കറണ്ട്. അല്ലെങ്കിൽ കറണ്ട് വഴി നമ്മൾ എന്താ പ്രവർത്തിപ്പിക്കുന്നത്? നമ്മളെ മോട്ടോർ പ്രവർത്തിപ്പിക്കല്ലേ ചെയ്യുന്നേ. അതായത് ഹീറ്റാണോ കൊടുക്കുന്നത് അല്ലെ വർക്കാണോ കൊടുക്കുന്നത്? ഏതാ കൊടുക്കുന്നതെന്ന് പറഞ്ഞത്? എഞ്ചിന്റെ അകത്ത് ഞാൻ ഇപ്പം പറഞ്ഞു നമ്മള് ചൂട് കൊടുക്കുകയെന്നേ അല്ലെ, എന്തെങ്കിലും കത്തിച്ചിട്ട് ഹീറ്റാ കൊടുത്തത് ഇങ്ങോട്ടേക്ക്. പമ്പിന്റെ അകത്ത് നമ്മൾ എന്താ കൊടുക്കുന്നേ? ഇൻപുട്ടായിട്ട് എന്താ കൊടുക്കുന്നേ? അല്ലെങ്കിൽ വർക്ക് പറഞ്ഞൂടെ? റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്നൊക്കെ പറഞ്ഞ പമ്പ് വർക്ക് ചെയ്യല്ലേ ഇല്ലേ? അതല്ലേ നമ്മള് വെള്ളം ഇതാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്? അല്ലെ സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇതിനകത്തൊക്കെ എന്താ നടക്കുന്നത്? വർക്ക് ഇടണല്ലേ നടക്കുന്നത്? എന്തോ വർക്കല്ലേ നമ്മൾ കൊടുക്കുന്നത്? അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് തിരിച്ചു കിട്ടുന്നത്? വെള്ളത്തിന് അല്ല. അത് ശരി, എല്ലാം പോയാ റെഡി ആയി തരാം. ഒന്നുകൂടെ മൊത്തത്തിൽ നമുക്ക് റെഡി ആക്കി തരാം. അതിന്റെ വൈറ്റ് ബോർഡ് ഓപ്പൺ ആയിട്ട് നമ്മളെ വീട്ടില്, ഇത് നിങ്ങളെ വീടാന്ന് വിചാരിക്കും, ഇതാണ് നിങ്ങളെ വീട്. ഈ വീട്ടിന്റെ അകത്ത് കിണർ എവിടെയാ ഉണ്ടാവുക? ഇത് നമ്മളെ നിലം. വാട്ടർ ടാങ്ക് എവിടെ ഉണ്ടാവും? വീട്ടിന്റെ മുകളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. കിണർ എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും. അടിഭാഗത്ത് കിണറും ഉണ്ടാവും. ഇതിന് നമ്മൾ ഈ വെള്ളത്തിനാ, അടിയിലുള്ള വെള്ളത്തിനാ ഇവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്തെന്ന്? മോട്ടർ. അല്ലെങ്കിൽ പമ്പ്. ഒന്നിക മോട്ടർ എന്ന് പറയാം, അല്ലെ പമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നമുക്ക് പഠിക്കാം. പമ്പ് അപ്പൊ എന്തിനാ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്? നമ്മള് വെള്ളത്തിന് മുകളിലുള്ള ടാങ്കിലുള്ള വെള്ളത്തിന് നമുക്ക് താഴത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എനർജീന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടാപ്പ് തുറന്നാൽ നമുക്ക് വെള്ളം താഴത്തേക്ക് കിട്ടും, ഇല്ലേ? പക്ഷെ കിണറ്റിലുള്ള വെള്ളത്തിന് നമുക്ക് ടാങ്കിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? കിണറ്റിലുള്ള വെള്ളത്തിന് നമ്മൾ ടാങ്കിലേക്ക് എത്തിക്കണം. അത് നടക്കുന്ന പരിപാടിയാണോ? സാധാരണ പ്രകൃതിയായിട്ട് ചെയ്യുന്ന പരിപാടിയാണോ അത്? അല്ലല്ല. അപ്പൊ അതിന് നമ്മൾ എക്സ്ട്രാ ആരെ ഫിറ്റ് ചെയ്യുന്നില്ല? ഇതിന്റെ ഇടയിൽ നമ്മൾ ആരെ വെക്കും? ഇതിന്റെ ഇടയിൽ നമ്മളൊരു പമ്പിനെ ഫിറ്റ് ചെയ്ത് വെക്കും. പമ്പിനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പമ്പ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെള്ളത്തിന്, താഴത്ത് കിടക്കുന്ന വെള്ളത്തിനെ പിടിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടേ ഇടും. ഇതിപ്പോ ഒരു വെള്ളത്തിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ഇമാജിൻ ചെയ്യാം. മുകളില് ഒരു തണുത്ത സ്ഥലം, തണുപ്പ്, കോൾഡ്, തണുത്ത ഒരു പാട്ടയുണ്ട്, ഒരു എന്താ പറയാ, ഒരു ടാങ്ക്, തണുത്ത ടാങ്ക്. അങ്ങനെ താഴത്തെ നമ്മൾ കിണറ്റിന് പകരം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ചൂടുള്ള ഒരു പാത്രം. ഓക്കെ, ചൂടുള്ള ഒരു പാത്രമാണ്. ഇത് രണ്ടിനെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് സംഭവിക്കും? നാച്ചുറലായിട്ട് എന്ത് നടക്കും? ചൂടുള്ള സാധനത്തിന്റെ അകത്ത് തണുത്ത സാധനത്തിലേക്ക് ഇത് പോവില്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ ആയി പോയിക്കോളൂല്ലേ? ഡയറക്റ്റ് പോവല്ലോ, പോവില്ലേ? അതിനാരെങ്കിലും എക്സ്ട്രാ പമ്പോ അങ്ങനെ എന്തെങ്കിലും ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നും ചെയ്യണ്ടല്ല. അതേസമയം ഈ തണുത്ത സാധനത്തിന്റെ അകത്ത് ഞാൻ കുറച്ചുകൂടെ ചൂട് ഈ ചൂട് പാത്രത്തിലേക്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല. ഈ തണുപ്പുള്ള പാത്രത്തിന്റെ അകത്ത് അതിന്റെ അകത്ത് ഇപ്പൊ ഓൾറെഡി 10 ഡിഗ്രി സെൽഷ്യസിലുള്ള വെച്ചോ, തണുപ്പുള്ള പാത്രം. ഇത് 30 എനക്കൊരു ഇതിനൊരു 5 ഡിഗ്രി സെൽഷ്യസ് ആക്കണം. പക്ഷെ എങ്ങനെ ആക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എത്ര ആക്കണം? 35 ഡിഗ്രി സെൽഷ്യസും ആവണം. ഈ പരിപാടി നടക്കണമെങ്കിൽ ഞാൻ എന്ത് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും? ഇത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന പരിപാടിയാണോ? അല്ലല്ല. ഇതെപ്പെങ്കിലും നടക്കൂടോ?
ഇങ്ങനെ ഞാനിവിടെ ഒരു പൈപ്പ് കണക്ട് ചെയ്ത് കൊടുത്തു, വെറുതെ ഇങ്ങനെ ഒരു പൈപ്പ് വെച്ച് കൊടുത്തു. പൈപ്പ് വെച്ച് കൊടുത്ത് ഈ തണുപ്പുള്ള സാധനത്തിന്റെ അകത്ത് നിന്ന് ചൂടുള്ള സാധനത്തേക്ക് എന്നും ചൂട് പ്രവേശിക്കുമോ? ഇല്ലല്ല. ചൂടുള്ള സാധനത്തിന്റെ അകത്ത് നിന്ന് വേണേൽ തണുത്ത സാധനത്തിലേക്ക് ഡയറക്റ്റ് പോകും. പക്ഷെ തണുപ്പുള്ളതിന്റെ അകത്ത് നിന്ന് പിന്നെയും ഇങ്ങോട്ടേക്ക് കൊടുക്കലെന്ന് വെച്ചാൽ നടക്കുന്ന പരിപാടി അല്ലല്ല. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും? അതിന് വേണ്ടിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? നടക്കാത്ത കാര്യം നടത്തിക്കാൻ വേണ്ടിട്ട് ആരോ ഉപയോഗിക്കുന്നത് നമ്മള്? ഇത്രയും ബോർഡിന്റെ അകത്ത് ഒരൊറ്റ സാധനം ഞാൻ എഴുതിയിട്ടുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നടക്കാത്ത ഒരു പരിപാടി നടത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ്ട്രാ വർക്ക് കൊടുത്തിട്ട് നമ്മള് നടക്കാത്ത പരിപാടിനെ നടത്തിക്കാൻ വേണ്ടിയിട്ടാണ് പമ്പ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളിപ്പം വെള്ളത്തിന്റെ കേസിലല്ല നമ്മൾ ഈ പമ്പ് എന്ന് പറയുന്നത്. നമ്മൾ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അല്ലേ പഠിക്കുന്നത്. അപ്പൊ വെള്ളത്തിന് വരെ നമ്മൾ എന്താ ചൂട് തണുപ്പ് ഈ സംഭവമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വരക്കാം. ചൂടുള്ള സ്ഥലം ഹോട്ട് സിങ്ക് എന്നാണ് അതിന് പറയാ. ഇതാണ് പറഞ്ഞു വന്നത്, ഹോട്ട് സിങ്ക്. തണുപ്പുള്ളതിനെ ഞാൻ തൽക്കാലം പച്ചക്കളറിൽ കാണിക്കുന്നുണ്ട്. ഇത് കോൾഡ് എന്താണ്? സോസ്. സോസ്. ഇതെന്തുകൊണ്ടാ ഞാൻ അവിടെ സോസ്, ഇവിടെ എന്തുകൊണ്ടാ സിങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയെന്ന് കാണിച്ചു തരാം. നമ്മളെ വീട്ടിലെ സിങ്ക് ഇല്ലേ, കിച്ചണിലേക്കുള്ള സിങ്ക്, കിച്ചണിലേക്കുള്ള സിങ്കിന്റെ അകത്ത് എന്താ പോവാ? നമ്മള് പാത്രം കഴുകുന്ന വെള്ളമെല്ലാം ഡയറക്റ്റ് അതിന്റെ അകത്തേക്ക് പോയിക്കോളും അല്ലേ? പാത്രം കഴുകുന്ന വെള്ളമൊക്കെ സിങ്കിലേക്കല്ലേ പോവാ? അതായത് അതാണ് സ്റ്റോറേജ് സ്ഥലം, അവിടത്തേക്കാണ് എത്തേണ്ടത്. നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? സോസിന്റെ അകത്താണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇപ്പൊ ഞാനൊരു ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന നേരത്തിൽ ഒരു ലൈന് വരച്ച്, ഏതിന്റെ അകത്ത് നിന്ന് എനിക്ക് എങ്ങോട്ടേക്കാണ് സാധനം എത്തിക്കേണ്ടത്? ചൂടിന തണുപ്പന്ന് T1 എന്ന് പറഞ്ഞ സാധനത്തിന്റെ അകത്തുനിന്ന് T2 എന്ന് പറഞ്ഞ സാധനത്തിന്റെ അകത്ത് എനിക്ക് T1ലേക്കാണ് എത്തിക്കേണ്ടത്. സോറി, T2ന്ന് ഈ പച്ച കളർ സാധനം എനിക്ക് എവിടത്തേക്ക് എത്തിക്കണം? ചുവപ്പ് കളർ സാധനം. അത് നടക്കുന്ന പരിപാടി ആണോ? ഒരു തണുപ്പുള്ള സ്ഥലത്തിനകത്ത് പിന്നെയും ചൂടെടുത്ത് വലിച്ചിട്ട് ചൂടുള്ള സ്ഥലത്തേക്ക് കൊടുക്കല് നടക്കുന്ന പരിപാടിയല്ല. അപ്പൊ അവിടെ ഞാൻ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ പേരെന്താണ്? പമ്പ്. അവിടെ ഞാൻ ഉപയോഗിക്കുക പമ്പ് ഉപയോഗിച്ചു. പമ്പിന് നമ്മൾ എന്താ കൊടുക്കുക ഇൻപുട്ട് ആയിട്ട്? പമ്പ് വറക്കണമെങ്കിൽ എന്ത് വർക്ക് ചെയ്യണം? പമ്പ് വർക്ക് ചെയ്താലേ നമുക്ക് എന്ത് നടക്കുള്ളൂ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ? Q2 എന്ന് പറഞ്ഞ ചൂട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ അല്ലെ? Q1 ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഇതെന്തുകൊണ്ടാണ് ഞാൻ Q2 തന്നെ എഴുതാണ്ടുന്നത്? താഴത്തേക്ക് Q1 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും? തെർമോഡൈനാമിക്സ് പഴയത്. Q2 plus W അല്ലേ Q1? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ Q2 എന്ന് പറഞ്ഞൊരു വെള്ളം, ഞാൻ ആരുടെയൊക്കെ പറയുന്നത്, നമ്മളെ തേജസിന്റെ അടുക്ക് ഞാൻ പറയുന്നത്, ഈ Q2 എന്ന് പറഞ്ഞ ഈ പാത്രത്തിലെ വെള്ളം എടുത്തിട്ട് ഈ ഇവിടത്തേക്ക് ഒഴിക്കാൻ വേണ്ടി, ഈ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറയുന്നു. ഓക്കെ, അപ്പുറം വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അവൻ കൈനെ കൊണ്ട് വേണം കോരിയിട്ട് എടുത്തിട്ട് അപ്പുറം കൊണ്ടേ വെക്കാൻ. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? തേജസ് ഇവിടുന്ന് കോരിയിട്ട് വെള്ളം അപ്പുറം കൊണ്ടിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യണം, എന്നാലേ നടക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ തിരിച്ചിവിടെ എത്തുമ്പോഴത്തേക്ക് ഇവൻ Q2 തന്നെ ഇവിടെ ഇടുവോ? മൊത്തം Q2 ഇപ്പുറം എത്തുവോ? ഇല്ലല്ല. കുറച്ചൊക്കെ എനർജി ലൂസൊക്കെ ആയിട്ട് പോവില്ലേ? കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നശിച്ചു പോവും ഇല്ലേ? കുറെ ആൾക്കാർ ചോർന്നു പോയിട്ടുണ്ടാവും കുറച്ച് വെള്ളം. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയില്ലേ? ഈ ഇൻ ബിറ്റ്വീൻ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഈ Q2നെ ഡയറക്റ്റ് ഇപ്പുറം എത്തിക്കാൻ പറ്റില്ല. ഒരു Q1 എന്ന് പറഞ്ഞ സാധനം മാത്രമായിരിക്കും അപ്പുറം എത്തുക. അത് എന്തൊരു പ്രോസസ് ആയാലും അങ്ങനെ തന്നെ. മെക്കാനിക്കലായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംഭവം ഉണ്ടെങ്കിലും അതിന്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു ലോസസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്താക്കിയത്? ഇതൊക്കെ മാറ്റള. അതുകൊണ്ടാണ് ഞാൻ എന്ത് എഴുതിയത്? Q1 എന്ന് കൊടുത്തത്.
ഈ തേജസ് ഇതിന്റെ ഇടയിലുണ്ട് വർക്ക് ചെയ്യാൻ. മനസ്സിലായ? നമ്മളെ പമ്പൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും പമ്പിന്റെ പേരാണ് തേജസ്. അപ്പൊ ഈ Q2 എന്ന് പറഞ്ഞ സാധനത്തിനെ മൊത്തത്തിൽ എവിടെ എത്തിക്കൂല, ഈ പമ്പ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ Q1 എന്ന് പറഞ്ഞിട്ട് പേരിട്ട് കൊടുത്തത്. ഇനി നമുക്ക് COP എന്താന്ന് നോക്കാം. അതിൻ്റെ അകത്ത് പമ്പിന്റെ COP എന്ന് പറയുന്നത്, COP എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡിസൈഡ് ഔട്ട്പുട്ട്. എന്താണോ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താ ഇവിടെ കിട്ടിയത്? ഒരൗട്ട്പുട്ടും കിട്ടിയില്ലേ? അവിടെ എന്താണ് ഔട്ട്പുട്ട് കിട്ടിയേ പമ്പിന്റെ അകത്ത്? ഈ Q1 എന്ന് പറഞ്ഞ ഹീറ്റിനല്ലേ നമുക്ക് ഇപ്പുറത്തേക്ക് കിട്ടിയത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത്രയാണ് നമുക്ക് കിട്ടിയത്. ഡിവൈഡ് ബൈ എന്താ ഇൻപുട്ട് എന്താ നമ്മൾ കൊടുത്തത്? Q2 ആണോ അല്ലെങ്കിൽ W ആണോ? വർക്കിനെയാണ് നമ്മളിവിടെ കൊടുത്തത് അല്ലേ? വർക്കല്ലേ നമ്മളിവിടെ കിട്ടുകൊടുത്തത്. ഇതല്ലേ നമ്മളെ ഔട്ട് പുട്ട്, ഇതല്ലേ നമ്മളെ ഇൻപുട്ട്. നമുക്ക് കിട്ടിയത് ഇതാണ്. സോറി, മാറിപ്പോയി. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ Q1 ആണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഔട്ട്പുട്ട്. ഡിവൈഡ് ബൈ വർക്കാണ് നമ്മൾ കൊടുത്തത്, അതാണ് നമ്മളെ ഇൻപുട്ട്. അതൊരു കേസ്. ഇതാണ് പമ്പിന്റെ കാര്യം പോയി. അടുത്ത ഇതേ സാധനം വെച്ചിട്ട് നമുക്ക് എഞ്ചിനിലേക്ക് പോവാം. എഞ്ചിന്റെ കേസിൽ ഇതേ സംഭവത്തിൽ എന്താ നടക്കുക നോക്കാം. ടോപ്പ് കളറ് പച്ച, ഇത് കോൾഡ്, ഇത് ഹോട്ട്, നടുവിലൊരു ലൈൻ. എഞ്ചിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. പമ്പിന്റെ പരിപാടി കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പമ്പ് എന്താ എഞ്ചിൻ എന്താന്ന് പറഞ്ഞുതരാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മളെ സിലബസിന്റെ അകത്തൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പമ്പ് എഞ്ചിനൊക്കെ എന്താ വ്യത്യാസമുള്ളത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എഞ്ചിനാണ്. എഞ്ചിൻ എന്താ ചെയ്യുക? എഞ്ചിന് നമ്മൾ എന്താ കൊടുക്കുക? വർക്കാണോ ഹീറ്റാണോ? നമ്മൾ പെട്രോൾ കത്തിച്ചിട്ടുള്ള ഹീറ്റാണ് ഇതിന് കൊടുക്കുക. അന്നേരത്തെ എന്ത് സംഭവിക്കും? വർക്ക് കിട്ടും. എങ്ങനെ എടുക്കുക? എഞ്ചിൻ നമ്മൾ എന്ത് നടക്കുന്ന പരിപാടിയല്ലേ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇവിടുന്ന് എന്ത് സംഭവിക്കും? ഹോട്ട്, ചൂടുള്ള സ്ഥലത്ത് നിന്ന് എങ്ങോട്ടേക്ക് കുറച്ചുകൂടെ സ്പീഡിൽ എന്തായിക്കോളും? ഓൾറെഡി നടക്കുന്ന പ്രോസസ്സാണ്. ചൂടുള്ള സ്ഥലത്ത് നിന്ന് തണുപ്പുള്ള സ്ഥലത്തേക്ക് ടെമ്പറേച്ചർ പോവുക, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യല്. അതിനെ നമ്മൾ കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കുന്നതേ ഉള്ളൂ, കുറച്ചുകൂടെ ഇത് കൊടുത്തിട്ട് അല്ലേ? റോട്ടിൽ കൂടെ നടന്നിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ അറിയില്ലേ? വീടിന് ഇപ്പുറത്തേക്ക് പോകാൻ റോട്ടിൽ കൂടെ നടന്നിട്ട് പോവാ. അതേസമയം വണ്ടി എടുത്തിട്ടും പോയിക്കൂടെ? ഒരു എഞ്ചിൻ എടുത്തിട്ട് പോയിക്കൂടെ ഇങ്ങോട്ടേക്ക്? രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്നില് പെട്ടെന്ന് എത്തും, മറ്റേ കാലത്ത് എന്താവും? കുറച്ച് സ്ലോ അല്ലേ എത്തുള്ളൂ. അതല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? മനസ്സിലായില്ലേ? എഞ്ചിൻ എന്ന് പറഞ്ഞ സാധനം, എഞ്ചിൻ എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മളെ എഫേർട്ട് കുറക്കാൻ വേണ്ടിട്ടാ. 3 Idiots എന്ന് പറഞ്ഞ പടം കണ്ടിട്ടില്ലേ? 3 Idiotsന്റെ അകത്ത് പറഞ്ഞിട്ട് ചോദിക്കില്ലേ വാട്ട് ഈസ് ആൻ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സിബ് തുറന്നിട്ട് കാണിച്ചു കൊടുക്കുന്നത്, സിബ് കൂട്ടിട്ട് മെഷീൻ അല്ലേ? വാട്ട് ഈസ് എ മെഷീൻ എന്നാ ചോദിച്ചത്. വാട്ട് ഈസ് എ മെഷീൻ എഞ്ചിനൊക്കെ ഒന്നരാണ്. എന്താ അതിന്റെ അകത്ത് കാണിച്ചു കൊടുക്കുന്നത്? എന്താ ഇതന്നെയല്ലേ? നമ്മളെ ഹ്യൂമന്റെ എഫേർട്ട് കുറക്കുന്ന പരിപാടിയാണ്. ഓൾറെഡി നടക്കുന്ന ഒരു സംഭവം തന്നെ ഇത്. ഒരാൾ നടന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോലെ പ്രകൃതിപരമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. അതേ സ്ഥാനത്തിനെ സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എഞ്ചിൻ അല്ലേ മെഷീൻ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ എഞ്ചിൻ വർക്ക് ചെയ്യണേ നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടി വരും? എക്സ്ട്രാ എന്തെങ്കിലും ഒരു ഹീറ്റ്, ചൂട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതാണ് എന്തെന്ന് എഞ്ചിൻ എന്ന് പറയുന്നത്. പമ്പ് എന്ന് പറയുന്നത് നടക്കാത്ത കാര്യം നടത്തിക്കാൻ വേണ്ടിയിട്ട്, എഞ്ചിൻ എന്ന് പറഞ്ഞത് നടക്കുന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ സ്പീഡായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എഞ്ചിനും പമ്പും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം. ഓക്കെ,
അപ്പൊ പമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡിൽ അപ്പാട് ഓടി വരേണ്ടത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന പമ്പിനെ പറ്റിയിട്ടാണ്. വെള്ളത്തില്ലേ, വാട്ടർ ടാങ്ക് മനസ്സിൽ വരിക. വെള്ളത്തിന്റെ താഴത്തുള്ള കിണറ്റിന്റെ അകത്ത് നിന്ന് നമുക്ക് മുകളിലേക്ക് വെള്ളം എത്തിക്കൽ നടക്കാത്ത പരിപാടിയാണ്. അത് പ്രകൃതിയായിട്ട് ഒരിക്കലും ചെയ്യുന്ന കാര്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പമ്പ് ഉപയോഗിക്കുന്നത്. പമ്പിന് നമ്മൾ കൊടുക്കുന്നത് എക്സ്ട്രാ ഒരു വർക്ക് കൊടുക്കും. പമ്പ് വർക്ക് ചെയ്തോളൂ. പമ്പ് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തോളൂ, ഇത് മുകളിലേക്ക് എത്തിച്ചേരും. ഓക്കെ. അതേപോലെ തന്നെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഓൾറെഡി നടക്കുന്ന ഒരു സാധനത്തിനെ കുറച്ചുകൂടെ സ്പീഡിൽ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എഞ്ചിൻ എന്ന് പറയുന്നത്. അതുവരെ ഓക്കെ അല്ലേ? ഓക്കെ. അതുവരെ ഓക്കെ ആണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത റെഫ്രിജറേറ്ററിലേക്ക് പോവാം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രിഡ്ജ്, വീട്ടിലെ ഫ്രിഡ്ജ് എന്താ നടക്കുന്നത് നോക്കാം. നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ ഒരു ലേഔട്ട് വരക്കാം. എന്നിട്ട് നമുക്ക് അവിടത്തേക്ക് പോവാം, ഫ്രിഡ്ജിലേക്ക്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ കാർബൺ സൈക്കിളിലേക്കുള്ള നീങ്ങാം. നമ്മളുടെ എല്ലാവരെയും വീട്ടിലെ ഫ്രിഡ്ജിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതേപോലത്തെ ഒരു ഷേപ്പ് ആയിരിക്കും. പിന്നെ നിങ്ങൾ വീട്ടിൽ ഈ ക്ലാസ് കഴിഞ്ഞപ്പാട് ആ ഫ്രിഡ്ജ് ഒന്ന് പോയി നോക്കുക, ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടോന്ന്. അല്ലേ? എല്ലാവരുടെയും വീട്ടിലുള്ള ഫ്രിഡ്ജ് ഏതാണ്ട് ഇങ്ങനെ ആയിരിക്കും, ഒരു പിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ഉണ്ടാകാം അല്ലേ? എല്ലാം ഉറങ്ങിയാ? ഇനി ഇതിൻ്റെ അകത്തുള്ള ഓരോ കമ്പണന്റിനെ പറ്റിട്ട് പറഞ്ഞുതരാം. ഏറ്റവും അടിയിലത്തെ ഭാഗം നിങ്ങൾ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംഭവം കാണാൻ പറ്റും, ഒരു പെട്ടി, ഒരു ചെറിയൊരു പെട്ടി ഉണ്ടാവും. ഈ പെട്ടിന്റെ പേരാണ് കംപ്രസർ. ഇതിന്റെ പേരാണ് കംപ്രസർ. ഈ ഫ്രിഡ്ജ് ഒച്ചപ്പാടാക്കുന്നത് ഈ കംപ്രസർ കാരണം. ഈ കംപ്രസർ അവിടെ നിന്ന് വർക്ക് ചെയ്യാനുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ട് ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു ഒച്ച വെക്കാം ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന്, കുറിട്ടൊരു ഒച്ച ഉണ്ടാവില്ലേ, അത് ഈ കംപ്രസറിന്റെ ആണ്. ഓക്കെ. ഈ കംപ്രസറിന്റെ അകത്ത് നിങ്ങൾക്ക് പിന്നെ ഒരു സാധനം കാണാൻ പറ്റും, ഒരു പൈപ്പ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടാവും, കംപ്രസറിന്റെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും. എന്നിട്ട് ഫ്രിഡ്ജിന്റെ ബാക്കിൽ ഇങ്ങനെ നെറ്റ് പോലെ അടിച്ചു പോയിട്ടുണ്ടാവും. നോക്കുക, ഉണ്ടാവും. ഈ ക്ലാസ് കഴിഞ്ഞ പഠനം നോക്കുക. കംപ്രസർ ഒരു ചെറിയൊരു പെട്ടി ഉണ്ടാവും കംപ്രസറായിട്ട്. ജസ്റ്റ് ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡ് ഒന്ന് എടുത്തിട്ട് നോക്കുക. അപ്പോൾ അവിടെ കംപ്രസർ എന്ന് പറഞ്ഞിട്ടൊരു പെട്ടി ഉണ്ടാവും. പേരൊന്നും എഴുതിയിട്ടുണ്ടാവില്ല, എന്നാലും ഒരു ഒച്ചയാക്കുന്ന ഒരു പെട്ടി ഉണ്ടാവും. അതാണ് കംപ്രസർ എന്ന് പറയുന്നത്. കംപ്രസറിന്റെ അകത്ത് നേരെ പൈപ്പ് കൊണ്ടുപോകും, ഒരു ബ്ലാക്ക് കളർ പൈപ്പ്. അത് ഫ്രിഡ്ജിന്റെ ബാക്കിൽ ഇങ്ങനെ നെറ്റ് പോലെ പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇതിന്റെ പേരാണ് എന്തെന്ന്, കണ്ടൻസർ. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് 2 C ആണ്, കംപ്രസറും കണ്ടൻസറും. ഈ കംപ്രസറും കണ്ടൻസറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധനം നിങ്ങൾ കാണൂല, അത് ഫ്രിഡ്ജിന്റെ ഉള്ളിലാണ് ഉണ്ടാകുക. ഓക്കെ. അതിന്റെ പേരാണ്, ഒരു ചെറിയൊരു സംഭവമായിരിക്കും, അതിന്റെ പേരാണ് എക്സ്പാൻഷൻ വാൾവ്. എക്സ്പാൻഷൻ വാൾവ് എന്ന് ഞാൻ പറയുന്നില്ല, എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് ഞാൻ പറയുന്നത്. എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് കിടന്നു. എന്തിനാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അത് നമ്മൾ കാണുകയില്ല, ഫ്രിഡ്ജിൻ്റെ അകത്ത് നിങ്ങൾ എങ്ങനെ നോക്കി കഴിഞ്ഞാലും അത് സാധനം കാണില്ല, എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറഞ്ഞ സാധനം. ഈ എക്സ്പാൻഷൻ ഡിവൈസും കൂടി കഴിഞ്ഞിട്ട് വരുന്നതാണ് നിങ്ങൾ വീട്ടിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ഫ്രീസർ കമ്പാർട്ട്മെന്റും, പിന്നെ അടിയിലത്തെ പച്ചക്കറി വെക്കുന്ന പാത്രങ്ങളും, ഈ വീട്ടിലത്തെ പഴയ ചോറെല്ലാം വെക്കുന്ന പരിപാടികളൊക്കെ. ഓക്കെ. ഈ എക്സ്പാൻഷൻ വാൾവ് കഴിഞ്ഞിട്ട് വരുന്ന ഇത്. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് പിന്നെ ഒരു പൈപ്പ് ലൈൻ തിരിച്ച് അവിടത്തേക്ക് തന്നെ പോകുന്നുണ്ടാവും. ഇതൊക്കെ ഒരു പൈപ്പ് ലൈൻ വെച്ചിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൈപ്പ് ലൈൻ കംപ്രസറിലേക്ക് തന്നെ പോകുന്നുണ്ടാവും. ഇത്രയാണ് നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ, നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 2-3 സാധനം കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? എക്സ്പാൻഷൻ ഡിവൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന പൈപ്പ് ലൈൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതൊക്കെ ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റിന്റെ ബോർഡറിൽ കൂടി ഇങ്ങനെ ചുറ്റി പോയിട്ടുണ്ടാവുക. നിങ്ങൾ ഫ്രിഡ്ജ് തുറക്കും കാണുന്ന ഒരു വെള്ള കളർ ഒരു കമ്പാർട്ട്മെന്റ് മാത്രമല്ലേ കാണുള്ളൂ അല്ലേ? എല്ലാവരും ഫ്രിഡ്ജ് തുറക്കുന്നതായിരിക്കും. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നിങ്ങൾ ആകെ കാണുക ഒരു വെള്ള കളർ, മുകളിൽ ഫ്രീസറും താഴത്തേക്ക് ഒരു വലിയ കമ്പാർട്ട്മെന്റും ഉണ്ടാവും, പച്ചക്കറി ചോറെല്ലാം വെക്കുന്നത്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ കാണുക. ഈ കാണുന്ന ലൈൻ നിങ്ങൾ കാണുന്നുണ്ടോ? പൈപ്പ് ലൈൻ കാണൂല. കാണണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രീസറിന്റെ മുകളിലൊന്ന് തൊട്ട് നോക്കിയാൽ മതി. തൊട്ട് നോക്കി കഴിഞ്ഞാൽ കുറെ ലൈൻസ് പോലെ ഇങ്ങനെ പോകുന്നുണ്ടാവും.
ഒരു എന്താ ഇപ്പം പറയാ, ചെറിയൊരു പൊന്തലും താവലായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഫ്രീസറിന്റെ കമ്പാർട്ട്മെന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും എല്ലാം തൊട്ട് കഴിഞ്ഞാൽ അത് കാണാം. ഓക്കെ, അതൊക്കെ ഈ പൈപ്പ് ലൈനാണ്. അത് നമ്മൾ പുറത്ത് കാണിക്കൂല. ഇത്രയും സാധനങ്ങൾ ഈ 2 പൈപ്പ് ലൈനാണ് ആ സംഭവം. ഇത്രയാണ് നമ്മളെ കമ്പോണൻസ് ഉള്ളത്. പക്ഷെ ഈ ഫ്രീസറിന്റെ കമ്പാർട്ട്മെന്റ് അല്ലെ ഇതിന്റെ കമ്പാർട്ട്മെന്റിനും പറയുന്ന പേരാണ് ഇവാപ്പറേറ്റർ എന്ന് പറയും. ഇവിടെയാണ് തണുപ്പിക്കൽ നടക്കുന്നത്. ഇത്രയും കമ്പോണൻസ് ആണ് ഒരു ഫ്രിഡ്ജിനുള്ളത്. 2 സിയും 2 ഇയും. ഓക്കെ, ഒന്നാമത്തെ സീന്റെ പേരാണ് കംപ്രസർ. നമ്മൾ എപ്പം തുടങ്ങുക കംപ്രസർ വെച്ചിട്ടേ തുടങ്ങാവൂ. ഈ 6 മൊഡ്യൂളും നമ്മൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് കംപ്രസർ ആയിരിക്കണം. രണ്ടാമത്തത് അടുത്ത സി ആണ്, അതിന്റെ പേരാണ് കണ്ടൻസർ. കണ്ടൻസർ കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ആലോചിച്ചോളൂ എക്സ്പാൻഷൻ ഡിവൈസ്. ഇതാണ് 3-ാമത്തെ സാധനം. അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 4-ാമത്തെ സാധനമാണ് ഇവാപ്പറേറ്റർ. ഇത്രയും കമ്പോണൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്, നമ്മളെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ സെറ്റപ്പിൻ്റെ അകത്ത് ഉണ്ടാവുക. ഈ 4 സാധനങ്ങൾ വെച്ച് തലങ്ങും വിലങ്ങും പഠിപ്പിക്കുന്ന പരിപാടിയാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എന്താ, ഈ 4 കമ്പോണന്റ് AC-ൻ്റെ അകത്തായാലും ഉണ്ടാവും, ഫ്രിഡ്ജിൻ്റെ അകത്തായാലും ഉണ്ടാവും, എല്ലാത്തിൻ്റെ അകത്തും ഈ എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ ആയാലും ഉണ്ടാവും. എല്ലാത്തിലും ഉണ്ടാകുന്ന ഒരു കമ്പോണന്റ് ആണ് കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ, ഇവാപ്പറേറ്റർ. ഈ 4ഉം ഈ ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. ആദ്യം തന്നെ ഒച്ചപ്പാടാക്കുന്ന ആളെ നോക്കുക, അതാണ് കംപ്രസർ. ഒച്ചപ്പാടാക്കുന്ന ആളുടെ ബാക്കിൽ തന്നെ ഒരു ലൈന് പോകുന്നുണ്ടാവും, അതാണ് കണ്ടൻസർ. കണ്ടൻസർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റാത്തൊരു സാധനമായിരിക്കും, അതാണ് എക്സ്പാൻഷൻ ഡിവൈസ്. അത് കഴിഞ്ഞാൽ നമ്മളെ ഫ്രിഡ്ജ്. ഇത്രയും കഴിഞ്ഞാലേ നമ്മൾ ഡോറ് തുറന്നിട്ട് നോക്കുള്ളൂ എന്താ നമ്മളെ ഉള്ളിലുള്ള, അതിന്റെ പേരാണ് ഇവാപ്പറേറ്റർ. ഇത്രയും കമ്പോണൻസ് ഓക്കെ അല്ലേ? ഇത്രയും കമ്പോണൻസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ RACന്റെ ഒരു ഭാഗം എത്തി എന്നർത്ഥം. ഇത്രയും കമ്പോണൻസ് ഈ ഓർഡർ തന്നെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആദ്യം ഒച്ചപ്പാടാക്കുന്ന ആളെ നോക്കുക കംപ്രസർ, രണ്ടാമത് ആ കംപ്രസർ കഴിഞ്ഞിട്ടുള്ള പൈപ്പ് ലൈന്, അതാണ് കണ്ടൻസർ. അപ്പൊ അങ്ങനെ 2 സി അങ്ങ് കഴിഞ്ഞു. പിന്നെ ഉള്ളതാണ് നമുക്ക് കാണാത്ത സാധനം, അതാണ് എക്സ്പാൻഷൻ ഡിവൈസ്. പിന്നെ ഉള്ളത് നമ്മളെ കാണുന്ന സാധനം, അതാണ് ഇവാപ്പറേറ്റർ. ഇത്രയും പേരുകൾ ബൈഹാർട്ടാക്കി പഠിച്ചോളാം, വേറെ ഒരു വഴിയില്ല. നമുക്കാണ് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇത്രയും പേര് ഇനി ആരുടെ ചോദിച്ചാലും പറഞ്ഞു തരില്ലേ? വീട്ടിലെ ഫ്രിഡ്ജെല്ലാം ഒന്ന് തുറന്നു നോക്കുക, എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ നോക്കുക. ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിലും എന്നോട് പറഞ്ഞാൽ ഓക്കെ, നിങ്ങളെ ഫ്രിഡ്ജിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് നടത്താം. അതിൻ്റെ കണ്ടൻസർ ഇപ്പം വരുന്നില്ലല്ലോ, ഇപ്പൊ ഫ്രിഡ്ജിന്റെ സൈഡിലല്ലേ ചൂട് പോകുന്നത്. കണ്ടൻസറില്ലേ ബാക്കിലത്തെ വര ഗ്രില്ല് പോലത്തെ. ഗ്രില്ല് ഇല്ലാത്ത ഫ്രിഡ്ജ് ഉണ്ട്, എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയില്ല. എന്തായാലും പിന്നെയോ സൈഡിലുണ്ടാവും ചൂട്, ഫ്രിഡ്ജിന്റെ 2 സൈഡില്. ഫ്രിഡ്ജിന്റെ സൈഡിൽ എന്തായാലും ചൂടുണ്ടാവും, ഒരു സൈഡിലേ ചൂടും ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ഫ്രിഡ്ജിന്റെ 2 സൈഡിൽ തൊട്ട് ഞങ്ങൾക്ക് ചൂട് കിട്ടൂല. ചൂടാകുന്നത് ഇവാപ്പറേറ്റർ കൊണ്ടല്ലേ സാറേ? ഇവാപ്പറേറ്ററല്ലേ ചൂട് വലിച്ചെടുക്കുന്നത്? ഇവാപ്പറേറ്റർ ചൂട് വലിച്ചെടുക്കും, പക്ഷെ ആടെയാണ് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലം. അത് ഒരു ഭാഗത്തല്ലേ ചൂടാവൂലേ? ചൂടുണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ? ഈ കംപ്രസർ എന്ന് പറഞ്ഞ സാധനമാണ് ഈ ചൂടുണ്ടാകാനുള്ള കാരണം. ചൂടുണ്ടാകുന്നതിന്റെ മെയിൻ സാധനം കംപ്രസറാണ്. കാരണം അല്ലാണ്ട് നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ ഫ്രിഡ്ജിൽ വെച്ച ഏതെങ്കിലും ഒരു വസ്തുവിന് അത്രയും ചൂടുണ്ടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മള് വീട്ടിലെ ഫ്രിഡ്ജിന്റെ അകത്തേക്ക് എടുത്തു വെക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിന് അത്രയും ചൂടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഉണ്ടാവോ? നമ്മള് വീട്ടിലെ ഫ്രിഡ്ജിൽ വെക്കല് ഒന്നെങ്കിൽ മീനായിരിക്കും. മീനിന് ചൂടുള്ളതാണോ? ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചോറ് വെക്കും, പഴയ ചോറ് വെക്കുന്നുണ്ടാവും, അത് ചൂടുള്ളതല്ല. പച്ചക്കറികൾ, അതിനും ചൂടില്ല. പിന്നെ ആയിരുന്നു ഇത്ര കാലം ചൂട് വരുന്നത് ഫ്രിഡ്ജിന്റെ സൈഡിൽ. ആ ഒറ്റ കാരണമാണ് ഈ ഒച്ച ഉണ്ടാക്കുന്ന സാധനം. ഏത്? കംപ്രസർ എന്ന് പറഞ്ഞ സാധനം. കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഡിവൈസ് അല്ലേ? മെക്കാനിക്കൽ ഡിവൈസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹീറ്റ് എന്ന് പറഞ്ഞ സാധനം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഹീറ്റാണ് ഈ ഫ്രിഡ്ജിന്റെ ചുറ്റും നമുക്ക് അനുഭവപ്പെടുന്ന ചൂട്. ഓക്കെ,
അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജ് തുറന്നിട്ട്, ഞാൻ ഫസ്റ്റ് ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായി, ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്രിഡ്ജ് തുറന്നിട്ട് ഞാൻ നമുക്ക് നല്ല തണുപ്പ് കിട്ടും നമ്മൾ വിചാരിക്കൂലേന്ന്. പക്ഷെ ആ സമയത്ത് ആർക്ക് ലോഡ് കൂടും? ഈ കംപ്രസർ എന്ന് പറഞ്ഞ സാധനത്തിന് ലോഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ചൂട് കൂടിക്കൊണ്ടിരിക്കുക ചെയ്യാം. ആ ചുറ്റുവട്ടത്ത് മൊത്തം നമ്മളെ റൂം ഫുൾ ചൂടാവുക ചെയ്യാം. അതിന്റെ ഉള്ളിൽ മാത്രമേ തണുപ്പുണ്ടാവുള്ളൂ, റൂം ചൂടാവുക ചെയ്യുക. ഈ കംപ്രസർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്, ഈ ഒറ്റ കാരണം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു സാധനം കാണിച്ചത്. നമ്മളെ വീട്ടിലെ AC പറ്റി ചിന്തിക്കുക. ഇത് നമ്മളെ റൂം. AC നമ്മൾ ഫിറ്റ് ചെയ്ത ഈടിയായിരിക്കും, ചുമരില് അല്ലെ? നമ്മളെ ബെഡെല്ലാം ഈടി ഉണ്ടാവും. ബെഡെല്ലാം കഴിഞ്ഞിട്ട് AC നമ്മൾ ഫിറ്റ് ചെയ്ത് ഇടുന്നതാണ്. എന്നിട്ടൊരു പൈപ്പ് ലൈൻ പോകുന്നുണ്ടോ, പിന്നെ പുറത്ത് ഒരു പെട്ടീൻ്റെ അകത്ത് ഇവിടെയാണ് എന്തുണ്ടാവുക? കംപ്രസർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ ഉള്ളിലാണ് കംപ്രസർ ഉണ്ടാവുക. നമ്മൾ ഈ കാണുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാപ്പറേറ്റർ മാത്രമാണ്. ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടെ ഉണ്ടാവുക, തണുപ്പ് കിട്ടുന്ന ഭാഗം. ഇവാപ്പറേറ്റർ ആണ് ഇവിടെ ഉണ്ടാവുക. ഇതിന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? കംപ്രസർ പ്ലസ് കണ്ടൻസർ ഈടിയാ ഉണ്ടാവുക. 2 C പുറത്താണ് ഉണ്ടാവുക, വീട്ടിന്റെ പുറത്ത്. ഇവാപ്പറേറ്ററും എക്സ്പാൻഷൻ വാൾവും ഉണ്ടാവുക വീട്ടിന്റെ ഉള്ളിലാണ്. ഇങ്ങനെയാണ് നമ്മളെ AC വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തുള്ള 4 കമ്പോണന്റ് എന്തൊക്കെയാണ്? ഫ്രിഡ്ജിലുള്ള അതേ സാധനം തന്നെയാണ്. കംപ്രസർ ഉണ്ട് ഒച്ചയാക്കുന്നത്, കണ്ടൻസർ ഉണ്ട്, അത് 2 വീട്ടിന്റെ പുറത്തുണ്ടാവും. വീട്ടിന്റെ ഉള്ളിൽ എക്സ്പാൻഷൻ ഡിവൈസും പിന്നെ ഇവാപ്പറേറ്ററും ഉണ്ടാവും. ഇനി ഇതുമല്ല, നിങ്ങൾ ഇപ്പം ഒരു ഡൗട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ പണ്ട് കാലത്ത് ഉണ്ടായ AC എങ്ങനെയാണ്? ചുമര് കുത്തി തുറന്നിട്ടുള്ള AC അല്ലേ? ഒരു ജനലിന്റെ ഉള്ളിൽ കൂടെ ഉള്ള പോലത്തെ AC അല്ലേ ഉണ്ടായത്? അതിന് വിൻഡോ AC എന്ന് പറയും. ഇത് സ്പ്ലിറ്റ് AC ആണ്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് AC എന്നാണ് ഇതിന് പേര് വിളിക്കല്. ഇനി അടുത്ത വിൻഡോ AC പറഞ്ഞുതരാം. വിൻഡോ AC കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും? ഏതെങ്കിലും പുറത്തൊക്കെ വെച്ചിട്ടുണ്ടോ? ഇപ്പൊ ആരും ഉപയോഗിക്കലൊന്നുമില്ല, വീട്ടിലൊന്നും ഉപയോഗിക്കലുണ്ടാവില്ല. എന്നാലും ആ സമയത്തല്ല വിൻഡോ AC. വിൻഡോ AC എന്ന് പറയുമ്പോൾ നമ്മളെ റൂം ഉണ്ടാവും. റൂമിന്റെ ഏതെങ്കിലും ചുമര് തുളച്ചിട്ട് ഇങ്ങനെയാ ഉണ്ടാകുക. ഇങ്ങനെ ഒരു വലിയ പെട്ടിയായിരിക്കും. ഈ പെട്ടീൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഫ്രണ്ട് ഭാഗത്താണ് എന്തുണ്ടാവുക? നമ്മളെ 2 E ഉണ്ടാവുക. എക്സ്പാൻഷൻ വാൾവും എക്സ്പാൻഷൻ ഡിവൈസും ഇവാപ്പറേറ്റർ ഈ റൂമിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. കംപ്രസറും കണ്ടൻസറും എവിടെയാണ് ഉണ്ടാവുക? കണ്ടൻസറും കംപ്രസറും റൂമിന്റെ പുറത്താണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് പണ്ടുണ്ടായ AC വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് റൂമിന്റെ ഉള്ളിൽ ചൂട് കിട്ടാത്തത്. ഇനി ഇത് രണ്ടും അല്ല, നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ അകത്ത് പക്ഷെ എന്താ കണ്ടീഷൻ? നമ്മളെ വീട്ടിനുള്ളിലുള്ള ഫ്രിഡ്ജാന്ന് വിചാരിക്കും. ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കി സെയിം റൂമിന്റെ ഉള്ളിൽ ഞാൻ ഫ്രിഡ്ജാണ് വെക്കുന്നത്, എനിക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ലോജിക്ക് വെച്ചിട്ടൊന്ന് പറയണ്ടാവും തിരിച്ച്. ഇതിന്റെ ഉള്ളിൽ വരെ ഞാൻ തണുപ്പ് കിട്ടാൻ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? ഫ്രിഡ്ജിന്റെ ഡോറൊക്കെ ഞാൻ തുറന്നിട്ടിട്ടാ വെച്ചിട്ടുള്ളത്. എന്നാലും കുഴപ്പം എന്താ വരിക? കംപ്രസർ എവിടെയാണുള്ളത്? റൂമിന്റെ ഉള്ളിൽ തന്നെ കംപ്രസർ ഉണ്ട്. കണ്ടൻസർ ഉണ്ട്, ഇവാപ്പറേറ്റർ ഉണ്ട്. ചൂട് കൂടുതലല്ലേ ചെയ്യാം അല്ലേ? ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക്. നമ്മൾ ഫ്രിഡ്ജ് തുറന്നു വെച്ചിട്ട് നമുക്ക് തണുപ്പ് കിട്ടാന്നുള്ള തോന്നലൊന്നും വേണ്ട. ഫ്രിഡ്ജ് തുറന്നു വെച്ചാൽ നമുക്ക് എന്ത് കിട്ടൂല? തണുപ്പ് കിട്ടൂല. ഉള്ള ചൂടും കൂടി വരിക ചെയ്യാം ഈ കംപ്രസർ വർക്ക് ചെയ്യുന്നോണ്ട്. അപ്പൊ ഒരു പുതിയ അറിവായിരിക്കുന്നു വിചാരിക്കുന്നു. ആയിരിക്കൂലേ? ഇതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജ് തുറന്നു വെക്കരുതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ സീനിൽ വരാനുള്ളത്. ഇനി പഠിക്കാനുള്ള സാധനത്തിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ ഇത്രയും കാര്യങ്ങൾ അറിയെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പുഷ്പായിട്ട് ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഇനി അടുത്ത നമ്മള് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ മെക്കാനിക്കലിലെ ഫസ്റ്റ് ഇയർ തൊട്ട് പഠിക്കാൻ തുടങ്ങിയ സാധനമാണ്. ഞാൻ ഇത് ഒരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞതാന്ന് തോന്നുന്നു. ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഫ്ലൂയിഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. ഫ്ലൂയിഡ് മെഷീനറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
എന്നാലും ഒന്നുകൂടെ പറയാം. നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ അകത്ത് പഠിക്കുന്ന 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫുകളാണ്. ഒന്ന് PV ഗ്രാഫ്, കേട്ടതായിരിക്കൂലേ? PV ഡയഗ്രാം. പിന്നെ ഒന്ന് പഠിച്ചായിരിക്കും TS ഡയഗ്രാം, ടെമ്പറേച്ചറും എൻട്രോപ്പിയും. പിന്നെ പഠിച്ചാന്ന് PH ഡയഗ്രാം. ഈ 3 അല്ലാണ്ട് വേറെ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. വേറെ എന്തെങ്കിലും പഠിച്ചാ? HS ഒക്കെ ഉണ്ടാ? കേട്ട HS ഒന്നും ഉണ്ടാവില്ലടൂ. നമ്മൾ പഠിക്കുന്നത് ഈ 3 ഡയഗ്രാം ആയിരിക്കും. PV ഡയഗ്രാം പഠിച്ചിട്ടുണ്ടാവും, TS ഡയഗ്രാം പഠിച്ചിട്ടുണ്ടാവും, PH ഡയഗ്രാം ചിലപ്പം കേട്ടിട്ടുണ്ടാവും, ഉണ്ടാവുമായിരിക്കും, പഠിക്കേണ്ടതാണ്. ഇത്രയും സാധനം എന്തായാലും നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ 3 ഡയഗ്രമേ ഉള്ളൂ. ഓക്കെ, ഈ 3 സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ടുള്ള മോയിലർ ഡയഗ്രാം HS ഏ മോയിലർ ചാർട്ട് ഇല്ലേ? അതൊക്കെ വേറെ. നമ്മളെ തെർമോഡൈനാമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള 3 ഡയഗ്രാംസ് ഞാൻ പറഞ്ഞത്. PV ഡയഗ്രം ഉണ്ട്, TS ഡയഗ്രം ഉണ്ട്, PH ഡയഗ്രം ഉണ്ട്. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത ഇൻട്രൊഡക്ഷൻ തരാൻ പോകുന്നത്. ഇതിനകത്തുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. ഏതായാലും നമ്മൾ സമയം തീർന്ന്, പക്ഷെ എന്നാൽ ഞാൻ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. നമ്മൾ ഇങ്ങനെ ഏത് ഗ്രാഫ് കണ്ടാലും മനസ്സിൽ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് വിചാരിച്ചോളാം. ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു മലയുണ്ടെന്ന് വിചാരിച്ചോളാം. ഈ മലേന്റെ പ്രത്യേകത ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, എന്ത് ഗ്രാഫ് കണ്ടാലും ആ ഗ്രാഫിന്റെ ഉള്ളിൽ ആരുണ്ട്? ഒരു മലയുണ്ട്. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഒരു മലയുണ്ടെന്ന് ചിന്തിക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഒരു PV ഏത് ഡയഗ്രം ആയിക്കോട്ടെ, ഏത് ഡയഗ്രം ആണെങ്കിലും അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു മല ഉണ്ടാവുമെന്ന് വിചാരിച്ചോളാം. അത്രയേ വിചാരിക്കണ്ടു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതെങ്ങനെ അത് മനസ്സിലാക്കി എടുക്കാം, ഇനി തൊട്ട് എങ്ങനെ ഗ്രാഫ് നമുക്ക് വരച്ചെടുക്കാം. ഏത് പ്രോസസ് വന്നാലും നമുക്ക് ഗ്രാഫ് വരക്കുന്ന രീതിയിൽ നമുക്ക് എത്തിക്കാം. ഓക്കെ, ഇപ്പൊ ഇതിൻ്റെ അകത്ത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 ടോട്ടൽ നിങ്ങൾ 39 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ 29 ആളെ ലിസ്റ്റേ കാണുന്നുള്ളൂ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഉള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ലേ? ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.